ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു സൺഡേ ഉള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ. ഇത് ഈ ഒരു സൺഡേയിലത്തെ അല്ല, കഴിഞ്ഞ സൺഡേയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ അല്ല, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അടിപൊളി കപ്പയും അതേപോലെ തന്നെ കപ്പ കൊണ്ട് ഇങ്ങനെ അതാ ഉപ്പേരി പോലെ വറവൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നല്ലൊരു മുളക് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ നമ്മളും കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ തന്നെ വയറങ്ങോട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തെ ഫുഡ് ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് നല്ല രീതിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പ്രാക്ടീസുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏത് പ്രാക്ടീസ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ തിരുവാതിരക്കളി കളിക്കാറുണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിൽ പ്രോഗ്രാംസിന് കളിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ആതിരോത്സവത്തിന് വടക്കുന്നാഥനിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടാമതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പൂളക്കിഴങ്ങ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പൂളാന്ന് ഞങ്ങൾ പറയും കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ചങ്ങരംകുളത്തേക്ക് ഞാൻ പോണ വഴിക്കുന്ന അവിടെ ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നടന്ന് പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. വളരെ അടുത്ത് തന്നെയാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഈ പഠിപ്പിക്കുന്ന സ്ഥലം ഒരു വീട്ടിലാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ നടക്കാറില്ല കേട്ടോ. ഞാനിങ്ങനെ സ്കൂട്ടിയിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ പിന്നെ അച്ഛൻ പോണ കാരണം പിന്നെ അങ്ങനെ അങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. ചിലങ്ക നൃത്തകലാക്ഷേത്രം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ വീട് കേട്ടോ, പഠിപ്പിക്കുന്ന ചേച്ചിയുടെ വീട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഡാൻസ് ടീച്ചറേനെ. അപ്പോൾ ചേച്ചി ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെ ക്ലാസിക്കൽ മൊത്തം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. 1-2 പിള്ളേരൊക്കെ അവിടെ ഡാൻസ് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനൊരു വഴി കൊടുത്തിട്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ പഠിക്കുന്ന സ്ഥലം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാറ് കേട്ടോ. തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യാറ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൊക്കെയാണ് കേട്ടോ പ്രാക്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആർക്കും ഒരു കൃത്യനിഷ്ഠതയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസ് ടീച്ചർ കേട്ടോ. ചേച്ചിയുടെ പേര് വിഷ്ണുപ്രിയ എന്നാണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കീർത്തിച്ചി വന്നു കേട്ടോ. ചേച്ചിയുടെ പേര് കീർത്തി എന്നാണ്. അത് നമ്മുടെ ഡാൻസ് ടീച്ചറുടെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ, എഴുത്തിയമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത 2 ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയുടെ പേര് രജനി എന്നാണ്. പിന്നെ ബാക്കിൽ സംഗീത. അപ്പോൾ സംഗീത ചേച്ചി, രജനി ചേച്ചി വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ അനീഷ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ തന്നെയാണേ. അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ 2 പേരും കൂടി വരാനുണ്ട്. അപ്പോൾ അവരും കൂടി വന്നാലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഫില്ലാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 8 പേര് വെച്ചിട്ടാണ് കേട്ടോ കളിക്കണത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കളിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കളിയൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രാക്ടീസ് മുറയ്ക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് വീട്ടുകാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇനി അടുത്ത സൺഡേയിലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഉള്ളൊരു ദിവസം, ഒരു സൺഡേ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.